കിലോമീറ്റർ 12,000 കിലോമീറ്റർ മാത്രമേ വെറും 12 ഓടി 12 ഓടി അതും പുത്തൻ വണ്ടി തന്നെയല്ലേ? പുത്തൻ വണ്ടി 18 വണ്ടി നമുക്ക് 490 കൊടുക്കാൻ പറ്റും. 490. അതെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റേറ്റ് വരുന്നത് വെറും 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. 20 കൊടുക്കാൻ പറ്റും. 3,20,000 കൊടുക്കാം. അതായത് സാധാ ടിഗോറിന്റെ പൈസ പോലും ആയില്ലല്ലോ ഇവിക്ക്. അതെ, EV ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കണ്ണു അടച്ചെടുക്കാൻ പറ്റും. അല്ല പിന്നെ എടുത്തിട്ട് 3 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിട്ടാൽ എന്താ മോശം അല്ലേ? ഈ വണ്ടി നമുക്കൊരു 11,75,000 രൂപയ്ക്ക് കൊടുക്കാം. എത്രക്ക്? 11,75 കൊടുക്കാം. 11,75. കുഴപ്പമില്ല, നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? വലിയ കൂടുതലൊന്നും അല്ല. അതെ അതെ. എന്തൊക്കെ പറഞ്ഞാൽ ഡീസൽ വണ്ടി 4x4 മാനുവൽ ഉണ്ട് അല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞല്ലോ. 4 ഡോർ വരുന്ന വണ്ടിയാണ്. സൂപ്പർ ഡി ആണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടില്ലാത്ത പുതിയൊരു ഷോറൂം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, എസ്പെഷ്യലി കുറച്ച് പുതിയ മോഡൽ വണ്ടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ പഴയ മോഡൽ വണ്ടികളാണെങ്കിൽ തന്നെ അത് കറക്റ്റ് ഹിസ്റ്ററി ഉള്ളത്, ആക്സിഡൻ്റ് ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ എടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 രൂപ കൂടുതൽ കൊടുത്താലും നിങ്ങൾ നല്ല വണ്ടി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ പണിയൊന്നും വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഷോറൂമാണ് പ്ലാറ്റിനം മോട്ടോഴ്സ് എന്നാണ് ഇവരുടെ ഷോറൂമിൻ്റെ പേരെന്ന് പറയുന്നത്. ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അങ്ങനെ വന്ന് ഇപ്പോൾ ആലപ്പുഴയിലും സ്ഥിരമായിട്ട് വരാനുള്ള ഒരു സംഭവമായി. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ കളർകോട് എന്നാണ് ഇവരുടെ ഈ ഒരു സ്ഥലപ്പേര്, കളർകോട് കേട്ടോ. പിന്നെ നമ്മുടെ ആ കോഴിക്കോട് അല്ലെങ്കിൽ എന്താ പറയുക എറണാകുളം ടു മറ്റേ തിരുവനന്തപുരമൊക്കെ പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ഇപ്പോൾ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇവിടെ ഈ പ്ലാറ്റിനം അടിച്ചാൽ തന്നെ മതി. ഇവിടെ കളർ കോഡ് ഇവിടെ കൊണ്ടുവന്ന് വിടും കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അടുത്തുള്ള വാഹനങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇപ്പോൾ കണ്ട മിനി കൂപ്പർ ഉണ്ട്, ഓഡി ഉണ്ട്, അതുപോലെ തന്നെ സെഡാൻ വണ്ടികൾ വേറെ ഉണ്ട്. വളരെ ചെറിയ വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന ചെറുവണ്ടികളുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഉള്ളിലാണെങ്കിൽ കുറച്ചും കൂടി വില കൂടിയിട്ടുള്ള കുറച്ച് പ്രീമിയം സാധനങ്ങൾ വേറെ ഉണ്ട്. ഒരു നല്ലൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ചെറുവണ്ടി എടുക്കുന്നത്, ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ മുതലുള്ള വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുതൽ 1 കോടി രൂപേൻ്റെ വണ്ടി വേണമെന്നുള്ളവർ വരെ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇവർ ഷോറൂമൊക്കെ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വണ്ടികൾ തരുന്ന വില നിങ്ങൾ ശ്രദ്ധിച്ചോ. കിഡിലം പ്രൈസിൽ അടിപൊളി വണ്ടികൾ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ള എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കുക, അല്ലാതെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു ഉപകാരത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും. കാരണം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോറൂമാണ്, അധികാർക്കും ഇങ്ങനെ ഒരു ഷോറൂം കൂടെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്ക്, പക്ഷേ ഷെയർ ചെയ്യാൻ മറക്കണ്ട. കൂടുതലൊന്നും പറയുന്നില്ല, കിഡിലം വണ്ടികൾ കുറച്ച് കാണിച്ചു തരാം, അങ്ങേയറ്റം വില കുറച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാറ്റിനം മോട്ടോഴ്സിൽ ഇതാ വണ്ടികളൊക്കെ ഇങ്ങനെ നല്ല കിഡിലം പോലത്തെ സാധനങ്ങൾ നിരത്തിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനുള്ളതാണ് ഈ കാണുന്ന എല്ലാ വണ്ടികളും. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ ലോ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലോ ബഡ്ജറ്റ് എന്ന് തുടങ്ങാം ഐശ്വര്യമായിട്ട്. ഫാറൂഖ് ബ്രോ, അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? നിങ്ങളുടെ ഷോറൂമിൻ്റെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. ക്വാളിറ്റിന്റെ അവസ്ഥ എന്താ, വണ്ടികളുടെ ഒരു അവസ്ഥ എന്താ? വണ്ടി നമ്മൾ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാരണ്ടി സഹിതമാണ് വെഹിക്കിൾ കൊടുക്കുന്നത്. ഒരു പ്രത്യേക വെഹിക്കിളിന് നമ്മൾ കൂടുതൽ ഗ്യാരണ്ടി കൊടുക്കുന്നത്. നോർമലി എല്ലാ വെഹിക്കിളിനും നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ ഇവിടുന്ന് വിൽക്കുന്ന ഒരു എല്ലാ വണ്ടിയും ഒരുപോലെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അതെ അതെ. അതായത് ഇപ്പോൾ കുറച്ച് പഴയ മോഡൽ, ഇപ്പോൾ കുറച്ച് പഴയ മോഡൽ വണ്ടിയാണല്ലോ. അപ്പോൾ ഇതിനാണെങ്കിൽ പോലും നമ്മൾ ആ ക്വാളിറ്റി ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ക്വാളിറ്റി നമ്മൾ ഒരു വ്യത്യാസം വരുത്താതെ കൊടുക്കാം. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചില്ലറ 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുക യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ? അതെ, അല്ലെങ്കിൽ പണി ഉറപ്പാണ്. അതെ. അപ്പോൾ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, മീറ്റർ ടാമ്പേഡിങ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള വെഹിക്കിൾ അല്ല, വാറണ്ടിയാണ്. ആ കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആണ് അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വണ്ടികൾ അങ്ങ് പറഞ്ഞു പോയാലോ? അതെ. അപ്പോൾ ഇത്രയും വണ്ടികളോട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. തുടക്കം തന്നെ നമുക്ക് ചെറുവണ്ടിയിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഞാൻ ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല ബ്രോ. ഇപ്പോൾ നമ്മുടെ ആൾക്കാർ വിളിക്കും, താഴെ നിങ്ങളുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ വിളിക്കുമ്പോൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും അയച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും കൊടുക്കാം. അടിപൊളി. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ബൈപ്പാസ് കയറി ഇറങ്ങുമ്പോൾ കൊല്ലം ഡയറക്ഷനിൽ പോകുമ്പോൾ ബൈപ്പാസ് കയറി ഇറങ്ങിയ ലെഫ്റ്റ് സൈഡിൽ ഹീറോയുടെ ഷോറൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കളർ കോഡ് അല്ലേ? ഓക്കെ. അപ്പൊ സ്ഥലപ്പേര് ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല, കളർ കോഡ് ഓർത്തിരുന്ന കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഹോണ്ടയുടെ ബ്രിയോ ആണ്. ബ്രിയോ നല്ല ക്ലീൻ ഒരു റെഡ് വണ്ടി അല്ലേ? ഏതാ മോഡല്? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ്. പെട്രോൾ ആണ്. മാനുവൽ അല്ലേ? മാനുവൽ. കിലോമീറ്റർ 1.15 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി, അതായത് 2 മാസം മുന്നേയും കൂടെ കമ്പനി സർവീസ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്കൊക്കെ അടിപൊളി സാധനം അല്ലേ? ഉറപ്പായിട്ടും. കൊച്ചു വണ്ടിയാണ്, അത് മാത്രമല്ല റെഡ് കളറും കൂടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഫുള്ളും കമ്പനിയിലുള്ളതാണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിയല്ല. ഓക്കെ, പക്ക വണ്ടി അല്ലേ? ഇത് വിലയും കൂടി കേട്ടെ.
നമുക്കൊരു 2,85,000 രൂപയ്ക്ക് വെഹിക്കിൾ കൊടുക്കും. 15 വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? അതെ, 15 മോഡൽ വണ്ടി നിങ്ങൾക്ക് 2,85,000 രൂപ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ കുറയാനുണ്ടോ? ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം കൊടുത്തായി. ഉറപ്പായിട്ടും കേട്ടോ, അടിപൊളി. അപ്പൊ എന്തായാലും 2,85,000 എടുത്തുകൊണ്ട് പോവാം. അതുപോലെ തന്നെ വളരെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്രോ ആണ്. സാൻഡ്രോ ഏതാ മോഡൽ? സാൻഡ്രോ 2014 വണ്ടിയാണ്. 14 ഇതും 14 അല്ലേ? അതെ, ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. ഈ വണ്ടി ഈ ക്വാളിറ്റി കിട്ടാൻ കുറച്ച് പാട് തന്നെ ആയിരിക്കും. അല്ല, 14 വണ്ടി തന്നെ കുറവാണ്. അതെ, ശരി. ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 85,000 കിലോമീറ്റർ ഓടിക്കും. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഒരു കാര്യങ്ങളും അങ്ങനെ മേജറായിട്ട് കാര്യങ്ങളുള്ള വണ്ടി നമ്മൾ എടുക്കത്തില്ല. അതെ, നമ്മളായിട്ട് നമ്മുടെ ഒരു ടീമുണ്ട്, അവർ ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം. ഉറപ്പായിട്ടും പറയാം. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഈ വണ്ടി നമുക്കൊരു 1,85,000 കൊടുക്കാൻ പറ്റും. സാധാരണ ഇത് 14 മോഡൽ ഉള്ളതുകൊണ്ടാണ് ആ വില വരുന്നത് അല്ലേ? ഈ റേറ്റ് വരുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഈ റേറ്റിന് കിട്ടാനും പാടായോണ്ടാണ് നമ്മൾ ഈ 14 മോഡൽ വണ്ടികൾ കുറവാണ്. അതുകൊണ്ടാണ്. അപ്പൊ മോഡൽ കൂടുന്നതിനനുസരിച്ച് വിലയിൽ മാറ്റം സ്വാഭാവികമായും വരുമല്ലോ അല്ലേ? അതെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ. ഇവിടെ വരിക, വന്നിട്ട് സംസാരിച്ചാൽ നല്ല രീതിക്ക് ഇനിയും കുറച്ച് വരും അല്ലേ? ഉറപ്പായിട്ടും. അടുത്തത് കിഡാണ്. കിഡ് ഏതാ മോഡല്? കിഡ് 2018 മോഡലാണ്. 18 25,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. 18 25 സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർഷിപ്പ്. അടിപൊളി. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതെ. അതായത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മേജറായിട്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതിന്റെ ബമ്പർ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, ബമ്പറൊക്കെ ഫൈബർ പാട്ടല്ല, അത് നമ്മൾ പറയേണ്ട കാര്യം തന്നെ ഇല്ല. അതെ, പിന്നെ നമ്മുടെ നാട്ടിലെ റോഡും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മിക്കപ്പോഴും താഴെ അടിക്കും, എന്തായാലും അടിക്കും പൊളിയും. ഇത് മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. മേജർ കാര്യങ്ങളൊന്നും. 25,000 ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ളതാണ്. ശരി. ഇത് നമുക്ക് എന്താ വില? നമുക്കൊരു 2,75,000 കൊടുക്കാം. 2,75 18 വണ്ടി അല്ലേ? അതെ, അതും ലോ കിലോമീറ്റർ വണ്ടി. ലോ കിലോമീറ്റർ. അടുത്തത് ഒരു 1 ലിറ്റർ ആണ് വണ്ടി. അത് 1 ലിറ്റർ അല്ലേ? അതെ, അടിപൊളി. ഈ ഐട്ടൺ ഏതാ മോഡല്? ഐട്ടൺ 2014 വണ്ടിയാണ്. 15 രജിസ്ട്രേഷന് വരുന്ന വണ്ടി. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. വണ്ടി ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി നല്ല ശരിക്കും 14 പഴയ മറ്റേ ഷേപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 70,000 ഓടിയിട്ടുണ്ട്. 70. അത് ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. 14 മോഡൽ 15 രജിസ്ട്രേഷനിലുള്ള ഈ ഷേപ്പിലുള്ള കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ? അതെ. എന്തെങ്കിലും അപാകത ഉണ്ടോ വേറെ? അപാകത കാര്യങ്ങൾ മേജറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ടയർ 2 മാറേണ്ട കാര്യം നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുവോ? വരട്ടെ, കസ്റ്റമർ വരട്ടെ, നമുക്ക് സംസാരിച്ച് അതിന്റെ കാര്യം ചെയ്യാം. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ പേരിൽ എല്ലാം ചെയ്തു തരും അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 2,45,000 കൊടുക്കാം. 2,45. ഓക്കെ. അത് 14-15 മോഡൽ ഉള്ളതുകൊണ്ട് അല്ലേ? മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി, വില കുറച്ചെടുക്കാൻ പറ്റും. അടുത്തത് പോളോ ആണ്. പോളോ ഏതാ മോഡല്? 2016 വണ്ടിയാണ്. 16 മോഡൽ വണ്ടി. ഇത് GT-TSI വണ്ടിയാണ്. GT ആണ്. GT-TSI. അടിപൊളി. അതായത് 7 സ്പീഡ് പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. അത് വരുമ്പോൾ DSG ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് സാധനം അല്ലേ? അടിപൊളി വണ്ടിയാണ്. ഇത് 16 ആണെന്ന് പറഞ്ഞു. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ കാര്യങ്ങളും ഈ പറഞ്ഞ വണ്ടിയിലൊന്നും ഉള്ളതല്ല. ഇത് ഫുള്ള് ഹിസ്റ്ററി. അതായത് ഏകദേശം 135 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഫുള്ള് ഹിസ്റ്ററി പക്ക ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഉണ്ട് അല്ലേ? ഓക്കെ. മോശമൊന്നുമില്ല കേട്ടോ. വണ്ടിയിൽ ഞാൻ ചോദിക്കുന്നത് ഈ മെയിൻ ക്ലാസ് കാര്യങ്ങൾ ഇടിപിടി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. ഹിസ്റ്ററിയും പക്ക കൊടുക്കാം. ഹിസ്റ്ററിയും അടിപൊളി. വില കൂടി പറയാൻ കേട്ടെ. നമുക്കൊരു 5,30 കൊടുക്കാൻ പറ്റും. 5,30. 16 വണ്ടി അല്ലേ? അതെ. മോശമൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ വണ്ടി അല്ലേ? അതെ. അതും നിങ്ങൾ നോക്കുക. എല്ലാ വണ്ടി ഇപ്പം നമ്മൾ പറയണ ഒന്നും നോക്കണ്ട. ഇപ്പം നമ്മളൊക്കെ മനുഷ്യന്മാരിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റി പോകും അല്ലേ? നിങ്ങൾ വരിക, വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക അല്ലേ? അതെ. എല്ലാ സൗകര്യവും കൊടുക്കൂലേ? നമ്മളെല്ലാവരോടും പറയുന്നത്, നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പം നിങ്ങളുടെ ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലെ ആളെ കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി എല്ലാം എടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചൊറയൊന്നുമില്ലല്ലോ, നിൽക്കേണ്ട കാര്യമില്ല. അതെ, നമുക്കും സന്തോഷമാണ്. നമ്മുടെ മാക്സിമം ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ? 5:30 എന്നൊക്കെ പറഞ്ഞാലും കുറയും. നിങ്ങൾ വരിക, സംസാരിക്കുക. അടുത്തത് നമ്മുടെ കൈഗറാണ്. കൈഗർ പുത്തൻ വണ്ടിയാണല്ലോ. കൈഗർ 2024 വണ്ടിയാണ്. അതായത് ഈ ബ്ലാക്ക് കളറിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വന്ന വണ്ടിയാണ്. അതെ. 24 മോഡലാണ്. കിലോമീറ്റർ ഏകദേശം 8,500-9,000 താഴെയുള്ള കിലോമീറ്റർ. ഓട്ടോമാറ്റിക്. ഇത് AMT ഗിയർ ബോക്സോട് കൂടി വരുന്ന അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ? അതെ, നീറ്റ് വണ്ടി. പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അതേപോലെ തന്നെ റേറ്റ് കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. ശരി. ഇത് പുതിയ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9 സംതിങ്ങോ 10 വിലയില്ലേ? അത്രയും അതിന്റെ മേലിൽ റേറ്റ് വരുന്ന ഏകദേശം ആ ഒരു റേറ്റ് വരും. കറക്റ്റ് അറിയില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 24 വണ്ടി 3 മാസം ഇറങ്ങിയ കൈഗർ, അതും വെറും 9,000 കിലോമീറ്ററിനുള്ളിൽ ഓടി 24 വണ്ടിക്ക് എന്താ വില? നമുക്ക് വെറും 7,45,000 രൂപ. 7,45. ഓൾമോസ്റ്റ് ഒരു 2-2.5-3 ലക്ഷം റുപ്യേന്റെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും അല്ലേ? ആ പൈസക്ക് വില ഉള്ളവർ വന്നിട്ട് ഇതെടുത്താൽ മതി അല്ലേ? അതെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് റേറ്റും കാര്യങ്ങളും കുറയുകയും ചെയ്യും. നെഗോഷ്യബിൾ ആണ് അല്ലേ? അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് എടുക്കാം. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും വന്ന് നോക്കിയിട്ട് പോകും അല്ലേ? എടുക്കണം എന്ന് ആരോടും അറിയില്ല, ഒന്ന് കണ്ടു നോക്കോട്ടെ അല്ലേ? അടുത്തായിട്ട് നമ്മുടെ MG കോമറ്റ് ആണ്. കോമറ്റ് അത്യാവശ്യം ടൗണിലേക്കൊക്കെ പറ്റുന്ന ഒരു കിടിലൻ വണ്ടി അല്ലേ? 2024 പറ്റുന്നൊരു വണ്ടി അത് അല്ലേ? ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റോഡും ഫുൾ ട്രാഫിക്കും
അത് വെച്ച് നോക്കുമ്പോൾ ഉപയോഗിക്കാൻ അടിപൊളിയാണ്, ടൗണിലെല്ലാം കൊണ്ട് നടക്കാം. പിന്നല്ല ഇത് എവിടെ വേണമെങ്കിൽ പാർക്കും ചെയ്യാം. ഇതിപ്പോൾ ഏതാ മോഡല്? 2024 വണ്ടിയാണ്. 24 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിൽ ഏകദേശം ഒരു 200+ മൈലേജും കിട്ടും അല്ലേ? അതുപോലെ തന്നെ എന്തോ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു കംപ്ലൈന്റും ഇല്ല. നമുക്ക് ഇപ്പോഴും നിലവിൽ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. 24 ആകുമ്പോൾ എന്തായാലും 27 വരെയൊക്കെ വാറണ്ടി ഇല്ലേ? ലൈഫ് ടൈം വാറണ്ടിയിലുള്ള വണ്ടി. അങ്ങനെ ഉണ്ടല്ലേ? അതെ. അപ്പൊ ബാറ്ററിക്ക് ഏത് കാലം പോയാലും മാറ്റി തരും ഉറപ്പായിട്ടും. കമ്പനിയിൽ നിന്ന് നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് എന്തിനും നമുക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം. അടിപൊളി. ഓക്കെ, ഇതിപ്പോ നമുക്ക് 24 വണ്ടി എന്താ വില? 24 വണ്ടി നമുക്ക് കിലോമീറ്റർ എത്രയാന്ന് പറഞ്ഞില്ല. കിലോമീറ്റർ 12,000 കിലോമീറ്റർ മാത്രമേ. 12 ഓടി. അതും പുത്തൻ വണ്ടി തന്നെയല്ലേ? പുത്തൻ വണ്ടി. ശരി, വില എത്രയാ? വില നമുക്കൊരു 6,45 കൊടുക്കാം. 6,45,000 രൂപയ്ക്ക് വെറും 12,000 കിലോമീറ്റർ ഓടി MG കോമറ്റ് അല്ലേ? അതെ, കൊള്ളാം. ഏകദേശം ഒരിക്കലും ഒരു 9, 9, 10 റുപ്യ അടുത്തും കണ്ട് വിലയുണ്ട്. അതെ, ആ റേറ്റ് വിലയുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു ലിവ. ഇത് മോഡൽ ഏതാ? 2016 വണ്ടിയാ. 16. അപ്പൊ ഇത് പ്ലാറ്റിനം ആക്കിയതാണ് അല്ലേ? അതെ അതെ. ഇത് റീ ആണോ? റീ അല്ല, ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടി. പെട്രോൾ ആണ്. അതെ, മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കിലോമീറ്റർ വെറും 43,000 കിലോമീറ്റർ മാത്രമേ. പെട്രോൾ ആയതുകൊണ്ട് കമ്പനി പെട്രോൾ ആയതുകൊണ്ട് ഓട്ടം കുറവാണ് അല്ലേ? ഓട്ടവും കുറവാ. ശരി, വിലയോ? വില നമുക്ക് 3,95,000 രൂപയ്ക്ക് കൊടുക്കും. 3,95,000 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. അതും 16 വണ്ടി ആലോചിക്കണം അല്ലേ? അതുപോലെ തന്നെ സെയിം സാധനം ഒരെണ്ണോട് കിടപ്പുണ്ട്. പക്ഷേ ഇത് VXD ആ? ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ വരുന്നത്. ഡീസലാണോ? ഡീസൽ അല്ല, പെട്രോൾ. അപ്പൊ അതായത് VX ആണ്. അതായത് അന്നത്തെ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോവിയിൽ കാര്യങ്ങളൊക്കെ വരും. ഡുവൽ ടോൺ ആണ്. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2018 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 47,000 ഫുൾ കമ്പനി ഹിസ്റ്ററി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അടിപൊളി. മോശമൊന്നുമില്ല കേട്ടോ. പെട്രോൾ വണ്ടി ഇതും വേണമെങ്കിൽ അതായത് 16 ഉണ്ട്, 18 ഉണ്ട്. ഇതെല്ലാം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫിനാൻസ് ചെയ്യാം. ഫുൾ ഫിനാൻസ് അല്ല. ഞാൻ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഈ കാണിച്ച ഒരുവിധം വണ്ടികളിലൊക്കെ നല്ല ലോൺ കയറില്ലേ? ഉറപ്പായിട്ടും നല്ല ലോൺ കയറുന്ന വണ്ടികൾ തന്നെ. ഈ പറഞ്ഞ റേറ്റിനെക്കാട്ടും കൂടുതൽ ലോൺ കിട്ടുന്ന വണ്ടികൾ. അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ആരും എടുക്കാതിരിക്കുക, പണി കിട്ടും അല്ലേ? മാക്സിമം കുറച്ച് മോഡൽ കുറച്ച് വണ്ടികളൊക്കെ ഫുൾ ഡെഡിക്കേഷൻ എടുക്കാൻ നോക്കുക അല്ലേ? 18 വണ്ടിക്ക് എന്താ വില? 18 വണ്ടി നമുക്ക് 4,90 കൊടുക്കാൻ പറ്റും. 4,90. അതെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അത് ആലോചിക്കണം. 18 മോഡൽ വണ്ടിയാണ് 4,90 വരുന്നത്. ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. ഇനി അടുത്തത് നല്ല അടിപൊളി ഒരു എർട്ടിക ഏതാ മോഡല്? ഡീസലാണ്. 2017 വണ്ടി. 17 ഡീസൽ. ഇത് ഹൈബ്രിഡാ? ഹൈബ്രിഡ് അല്ല, നോർമൽ അല്ലേ? അതെ. അതായത് VDI അല്ലേ? VDI വണ്ടി. ഓക്കെ. ഡീസലില് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അലോവിയിൽ സെപ്പറേറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആയിരിക്കും ബ്രോ? ജെനുവിൻ കിലോമീറ്റർ. 16-80 എന്ന് പറയുമ്പോൾ ഡീസലാകുമ്പോൾ നല്ലോണം ഓടൂലേ? ഈ വണ്ടിയിലെ ഓണർ പുറത്തായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ശരി, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ? അതെ അതെ. ഇത് പുള്ളി ഓടുന്ന ഇടയ്ക്ക് ഫ്രണ്ടിലെ വണ്ടിയുടെ കല്ല് തെറിച്ച് വീണ് റീപ്ലേസ് ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററിയിലുണ്ട്. മോശമൊന്നുമില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? നമുക്കിത് ലാസ്റ്റ് ഒരു 6,30 കൊടുക്കാൻ പറ്റും. 6,30,000 രൂപ. അതെ, മോശമൊന്നുമില്ല അല്ലേ? നല്ല വലിയ വിലയാണെന്നും നല്ല മൈലേജും ഉണ്ട്. ഇനി ടാക്സി പർപ്പസിനാണല്ലോ ഉപയോഗിക്കാൻ പറ്റും. അതെ, 6,30 ന്യൂ ഷേപ്പിൽ വന്ന 16 മോഡൽ വണ്ടി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അടുത്തത് ഒരു EV ആണ്. നമ്മുടെ ഇത് ഏതായിരുന്നു? എൻട്രി സെഗ്മെന്റ് നോക്കാൻ പറ്റിയ ടൈഗർ EV. ടിഗോർ ആണ്. ടിഗോർ EV എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയാ, വണ്ടി ഇറങ്ങിയപ്പോൾ വിലയുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റീസെയിൽ മാർക്കറ്റ് വളരെ കുറവല്ലേ? അതെ. അത് മാത്രമല്ല, ഇതിപ്പോ മോഡൽ ഏതാ? മോഡൽ വരുന്നത് 2020 വണ്ടിയാണ്. 2020 ആണ്. റീ വണ്ടിയാണ്. ടിയാഗോയ്ക്ക് ഡിക്കി വന്ന സാധനമാണ് ടിഗോർ അല്ലേ? അതെ. മോശമൊന്നുമില്ല. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ആക്സിഡന്റ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് മുട്ടി മാറിയല്ല, വേറൊരു വീടിന്റെ താഴെ കൊണ്ടിട്ടപ്പം വർക്ക് നടന്നിട്ട് ഗ്ലാസ് മാറി. അതായത് ഇടിച്ചിട്ടില്ല, കല്ല് തെറിച്ച് മേളിൽ നിന്ന് തട്ടിയിട്ടില്ല. അതെ. പിന്നെ തന്റേതല്ലാത്ത കാരണം കൊണ്ടങ്ങ് മാറി. അതെ. ഓക്കെ, കൊള്ളാം. ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 അല്ലേ? ഓക്കെ. 2020 70,000 കിലോമീറ്റർ EV ആയതുകൊണ്ട് ഓടും അല്ലേ? അതെ അതെ. അപ്പൊ ഇതിലിപ്പോ വാറണ്ടി കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടാവുമല്ലോ അല്ലേ? നിലവിൽ വാറണ്ടിയും കാര്യങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ ആണെങ്കിലും എല്ലാം ഈ സെൽ ബൈ സെല്ല് റിപ്പയർ ചെയ്യാൻ പറ്റും. 1,000 രൂപ വരുന്നുള്ളൂ പെർ സെല്ല് റേറ്റ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സെല്ലിന് കംപ്ലൈന്റ് വന്നാലും ജസ്റ്റ് ഒന്ന് ഞങ്ങളായിട്ട് തന്നെ നമ്പർ പ്രൊവൈഡ് ചെയ്യും. അവരോട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിലവിൽ എന്താ സ്ഥിതി? നിലവിൽ കംപ്ലൈന്റ്സും കാര്യങ്ങളും റേഞ്ച് കിട്ടുന്നുണ്ട്. ഏകദേശം 140 കമ്പനി പറയുന്നുണ്ട്. അതിനോടടുത്ത് തന്നെ റേഞ്ച് കിട്ടും. 140 അല്ലേ? അതെ അതെ. എന്തായാലും മോശമൊന്നുമില്ല. ടാറ്റ ആയതുകൊണ്ട് തന്നെ പറയാനൊന്നും പറ്റില്ല. നല്ലോണം ചെക്ക് ചെയ്ത് എടുത്തായിട്ടോ. അതെ അതെ. ഇതിപ്പോ വില കേട്ടോ, അതാണ് ഹൈലൈറ്റ്. നമുക്ക് റേറ്റ് വരുന്നത് വെറും 3,20,000 രൂപയ്ക്ക് കൊടുക്കാം.
20 കൊടുക്കാൻ പറ്റും. ചേടാ 320 320 കൊടുക്കാം. ആ, അതായത് സാധാ ടിഗോറിന്റെ പൈസ പോലും ആയില്ലല്ലോ ഇവിക്ക്. അതെ, EV ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കണ്ണു അടച്ചെടുക്കാൻ പറ്റും. അല്ല പിന്നെ എടുത്തിട്ട് 3 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിട്ടാൽ എന്താ മോശം അല്ലേ? അതെ, അതൊക്കെ മിനിമം ആ 3 ലക്ഷം രൂപയിലും കിട്ടും. അതെ, 3,20,000 രൂപയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു EV വണ്ടി കാണിക്കുന്നത്. വെറും 3,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2020 മോഡൽ ഇത് എടുത്തോണ്ട് പോകാം. അത് കൊള്ളാം, അടിപൊളി, നല്ല പ്രൈസാ. ഇനി ബ്രസ ആണെങ്കിലോ? ബ്രസ ആണെങ്കിൽ 2018 വണ്ടിയാണ്. 18 അതെ. ആ, സിംഗിൾ ഓണർഷിപ്പ്. ഡീസലാണോ? ഡീസൽ വണ്ടി. വേരിയന്റോ? ZDI പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ അല്ല, ഇത് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ZDI ആണ്, പ്ലസ് ഇല്ല. പ്ലസിന്റെ സ്റ്റീരിയോ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്. ZDI ആണ്. അതെ. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി വരുന്നുണ്ട്. അതെ അല്ലേ? സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ശരി. ഇപ്പൊ 18 മോഡല് VDI ആണ്, സിംഗിൾ ഓണർ ആണ്. വിലയോ? നമുക്കൊരു 760 കൊടുക്കാൻ പറ്റും. 760 കൊടുക്കാം. അതെ. അതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവില്ലേ? പിന്നെ നമ്മുടെ ഷോറൂമിൽ വന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക്. അതെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് സംസാരിച്ചിട്ട് പോക്കോട്ടെ. ഇവിടെ ഷോറൂം ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് വണ്ടി കിടക്കണാണ്. അടുത്തത് മെയിൻ സാധനം താറാണ് അല്ലേ? താറ്. വില കുറച്ചൊരു താറ് വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു താറുണ്ട്. താറ് ഏതാ മോഡല്? 2021 വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓട്ടം. 21 ഓടി അല്ല, 21 മോഡല്. 21 മോഡൽ 60,000. 60 വലിയ ഒരു ഓട്ടം നല്ല ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി, ഫുൾ കമ്പനി ഹിസ്റ്ററി. ഇപ്പോഴും ജസ്റ്റ് സർവീസ് ചെയ്ത് ഇറങ്ങിയേ ഉള്ളൂ വണ്ടി. ഇത് 60 കോടി ഇപ്പോൾ ടയറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, മോശമില്ലാത്ത കട്ടയുണ്ട്. അതായത് മറ്റേ ഡീസലിന് മാനുവൽ അല്ലേ? ഡീസലിന് മാനുവൽ 4x4. അടിപൊളി. 21 മോഡല് 4x4 ഡീസൽ മാനുവൽ വണ്ടി കേട്ടോ. 60,000 കിലോമീറ്റർ. തട്ടുമുട്ട ആക്സിഡന്റ് എന്തെങ്കിലും മേജർ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓഫ് റോഡ് ഒന്നും ഓടിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല. ആലപ്പുഴ എവിടെയല്ലോ ഓഫ് റോഡ് ഓടിക്കാനുള്ളത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ശരി. ഇത് നമുക്ക് എന്താ വില? ഈ വണ്ടി നമുക്കൊരു 11,75,000 രൂപയ്ക്ക് കൊടുക്കാം. എത്രക്ക്? 11,75 കൊടുക്കാം. 11,75. ആ, കുഴപ്പമില്ല, നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? വലിയ കൂടുതലൊന്നും അല്ല. അതെ, അതെ. എന്തൊക്കെ പറഞ്ഞാൽ ഡീസൽ വണ്ടി 4x4 മാനുവൽ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. 11,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ക്ലീൻ ഒരു വണ്ടി എടുക്കുക. അതും ആക്സിഡന്റില്ല, റീപ്ലേസ്മെന്റില്ല, സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഇനി അടുത്തതാണ് താരം. അടുത്ത താരം എന്ന് പറയുന്നത് നമ്മുടെ മിനി കൂപ്പർ ആണ്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കേരള കൂപ്പർ D ആണ് അല്ലേ? അതെ. അതായത് 4 ഡോർ വരുന്ന ഡീസൽ വണ്ടിയാണ്. കിഡിലൻസ് ആണെന്ന് പറഞ്ഞാൽ കിഡിലൻസ് ആണ്. ഇത് പിന്നെ മോഡൽ ഏതാ? 2017 വണ്ടിയാണ്. 17 ആണ്. 17 മോഡലുണ്ട് അല്ലേ? അതെ. കൊള്ളാം. ഇത് പിന്നെ കേരള വണ്ടിയാന്ന് പറഞ്ഞു. ഒറിജിനൽ കേരള വണ്ടി. ശരിക്കും സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല അടിപൊളി മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ 20 മുകളിൽ ഉറപ്പായിട്ട് മൈലേജ് കിട്ടും. 20 മുകളിൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇതിന്റെ ടയർ യൊക്കോമോന്റെ 4 പുത്തൻ ടയറും കിടപ്പുണ്ട് കേട്ടോ. അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജറായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കില് ഒരു ചെറിയ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് അല്ലേ? അതെ. ഓക്കെ. അത് മേജർ ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇടിച്ചിട്ടൊന്നുമല്ല, ചെറിയ രീതി. അത് കമ്പനി ഹിസ്റ്ററിയിലും വന്നേക്കുന്നതാണ്. ആ ഗ്ലാസ് മാത്രമായിട്ടാണ് മാറി. അത് ഈ ഫ്രെയിംലെസ് ഡോർ വരുന്നതുകൊണ്ട് ഒരു കുഴി ചാടി തന്നെ ചിലപ്പോൾ അത് പൊട്ടൂല്ലേ? അതെ. പിന്നെ എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആണ്. റെഡ് ആൻഡ് ബ്ലാക്കില് ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞല്ലോ. 4 ഡോർ വരുന്ന വണ്ടിയാണ്. കൂപ്പർ D ആണ്. അതിന്റെ വില കൂടി കേൾക്കട്ടെ. 16,70,000 രൂപയ്ക്ക് കൊടുക്കാം. 16,70,000. അതെ. അടിപൊളി കേട്ടോ, മോശമൊന്നുമില്ല. അത് ഒന്നല്ലെങ്കിൽ ഒറിജിനൽ കേരള വണ്ടിയല്ലേ അല്ലേ? ഒറിജിനൽ കേരള ഈ റേറ്റിന് കിട്ടാൻ വളരെ റയറാണ്. ഈ റേറ്റിന് എടുത്താലും നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുത്താലും ഈ റേറ്റ് തന്നെ കിട്ടും. ഇതിപ്പോ വലിയ ഡിപ്രിസിയേഷൻ ഇനി വരാനില്ല. അതെ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും എന്താ മിനി കൂപ്പർ വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട. അടിപൊളി പ്രൈസിൽ ഒറിജിനൽ കേരള വണ്ടി 16,70,000 രൂപയ്ക്ക് മിസ് ചെയ്യാൻ എടുത്തോളൂ. ഓൾമോസ്റ്റ് ഒരു 10-13 ലക്ഷം രൂപ ലോണും കയറില്ലേ? ഉറപ്പായിട്ടും കിട്ടും. 15 മുകളിൽ ലോൺ കിട്ടും. ആ താറിനൊക്കെ നിങ്ങൾ ഒരു 10-50,000 രൂപ കൊണ്ടു ഇറങ്ങിക്കൊണ്ട് പോകാം അല്ലേ? ഉറപ്പായിട്ടും. എല്ലാത്തിനും നമ്മൾ കൂടുതൽ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. എല്ലാം കിട്ടൂലേ? എല്ലാത്തിനും ലോൺ കിട്ടുന്ന വാഹനം. അടിപൊളി. അടുത്തത് A6 ആണ് കേട്ടോ. Audi A6. A6 എന്ന് പറയുമ്പോൾ ഒരു വലിയ വണ്ടിയാണ്. അത് മാത്രമല്ല എയർമാറ്റിക് സസ്പെൻഷൻ ഉൾപ്പെടെ വരുന്ന അന്യായ കംഫർട്ട് അല്ലേ? ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4 എയർ സസ്പെൻഷൻ സഹിതം മാറ്റി ഇപ്പം നിലവിലുള്ള മാറി, സസ്പെൻഷൻ മാറിയിട്ടുണ്ട്. അടിപൊളി. ഇത് മോഡൽ ഏതാ? മോഡൽ 2012 വണ്ടിയാണ്. 12 വണ്ടി. ഒറിജിനൽ കേരള. അതെ. 4 എയർ സസ്പെൻഷൻ മാറി എന്ന് പറഞ്ഞാൽ തന്നെ വണ്ടിന്റെ കംപ്ലൈന്റ് 90% കുറഞ്ഞു എന്നാണ് അർത്ഥം. അതെ. അതിനാണ് ആ കംപ്ലൈന്റ് ഉള്ളൂ അല്ലേ? മേജറായിട്ട് ഈ എയർ സസ്പെൻഷൻ പേടിച്ചാണ് A6 ആൾക്കാരെ എടുക്കാത്തത്. അതെ. ഇത് മോശമൊന്നുമില്ല വണ്ടി. ഇപ്പൊ അത് മാറിയെങ്കിൽ അടിപൊളിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓട്ടുണ്ട്. മേജറായിട്ടുള്ള സംഭവങ്ങളെല്ലാം മാറിയിട്ടുമുണ്ട്. ഏത് സർവീസ് സഹിതം ചെയ്തിട്ടിരിക്കുന്ന വണ്ടി. ശരിക്കും പറഞ്ഞാൽ നിലവിൽ വരിക, വണ്ടി എടുക്കുക, ഓടിക്കുക, പോവുക, അത്രേ ഉള്ളൂ അല്ലേ? എണ്ണ അടിച്ചോളുക. അതെ. ശരി. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. A6 എന്തൊക്കെ പറഞ്ഞാലും ന്യൂ ഷേപ്പ് ആ ഒരു രണ്ടാമത്തെ ഫേസിൽ വന്ന വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോ വിലയും കൂടി കേട്ടെ പറ. 7,85,000 രൂപ. 7,85,000? അതെ. അത് സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ലല്ലോ. 7,85,000 രൂപയ്ക്ക്. അതും A6 ആണ് ആലോചിക്കണം അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഒരു ഓടിയല്ലേ അല്ലേ? ഓടിയാണ്. റോഡ് പ്രസൻസ് ഒന്ന് വേറെ തന്നെ. അത് പിന്നെ പറയാനുണ്ടോ? നല്ല പവർഫുൾ വണ്ടിയാണ് കേട്ടോ അത്.
അപ്പോൾ എന്തായാലും 7,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാൻ ലോൺ കയറുമോ മാക്സിമം? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ആണോ? അതെ. ചേടാ എന്താ കഥ നോക്കുക. അതും കേരള വണ്ടിയാണെന്ന് ആലോചിക്കണം കേട്ടോ. അതെ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെർണ പെട്രോളോ ഡീസലോ? വെർണ പെട്രോൾ ആണ്. പെട്രോൾ ആണ്. മോഡലോ? 2018 വണ്ടി. 18 വണ്ടിയല്ലേ? അതെ. ഇത് എസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 52,000 ഫുൾ കമ്പനി ഹിസ്റ്ററി. അടിപൊളി. വിലയോ? വില നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കുക, 5,25,000 രൂപയ്ക്ക് കൊടുക്കുക. അത് കിടിലൻ പ്രൈസ് ആട്ടോ, ഒന്നും പറയാനില്ല. ഒന്നും അല്ലെങ്കിൽ 2018 വണ്ടിയല്ലേ അല്ലേ? 18 വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി, അതും മൂന്നാമത്തെ ഫേസ് വന്ന വണ്ടി അല്ലേ? അതെ. അടിപൊളി കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാത്രമായിട്ടാണ്. ഡിക്കി ഗ്ലാസ് മാത്രം? ഡിക്കി ഗ്ലാസ് മാത്രം. ഡിക്കിയും കാര്യങ്ങളൊന്നും ഇല്ല. ഡിക്കി ഗ്ലാസ് മേജർ ഇടിയല്ല. നമ്മുടെ ഹർത്താലിനിടയ്ക്ക് ആള് വണ്ടി എടുത്തപ്പം അടിച്ചുപൊടിയല്ലേ പണിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും അടിച്ചുപൊടിച്ച ചേട്ടന്മാർക്ക് അഭിവാദ്യങ്ങൾ, അത് തന്നെ പറയുന്നുള്ളൂ. ഇത് 5,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി എടുക്കാം. ഒരു സ്വിഫ്റ്റിന് കൊടുക്കണം 5 സംതിങ് 18 വണ്ടി. അതെ, നമുക്കൊരു 5,80 വരെ ലോണും കിട്ടുന്ന വണ്ടിയാണ്. 5,80 ലോണും കൊടുക്കാം. 50,000 രൂപ അങ്ങോട്ട് കാശും കൊടുക്കാം. അതെ, തിരിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇത് ആണെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിയാൽ മിസ് ചെയ്യണ്ട. അടുത്തത് ഒരു ഫോർച്യൂണർ ആണ്. കിടിലൻ പണിയൊക്കെ കഴിപ്പിച്ച അടിപൊളി വണ്ടി അല്ലേ? കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നതാണ്. മോഡലോ? 2014 വണ്ടി. 14 ആണോ? അതെ. 2014 മോഡൽ ഉണ്ട് അല്ലേ? അതെ. അത്യാവശ്യം ആ ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറി TRD കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ. TRD കമ്പനി വരുന്നതാണോ കിറ്റാണോ? കിറ്റ് വേറെ ചെയ്തല്ലേ? വണ്ടി നല്ല വൃത്തിയുണ്ടോ കാണാൻ? ഇത് നീറ്റാണ്. പിന്നെ അലോയും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് പുതിയ വണ്ടിയുടെ അലോയിലാണല്ലോ ഇപ്പോഴത്തെ ഫോർച്യൂണറിന്റെ അലോയി. അതെ അതെ അതെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ ഏകദേശം 1,15,000 ആണ്. റീ വണ്ടി ആയതുകൊണ്ട് നമ്മള് 15 റീ വണ്ടി ആയതുകൊണ്ട് കിലോമീറ്ററിൽ നമ്മള് ഉറപ്പ് പറയില്ല. കാര്യം പുറത്തുള്ള വണ്ടി ആയിരിക്കും, ചിലപ്പം ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കാം. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂ. അതെ. അത് 14 വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. അത് തരുന്ന 5 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. വില പറ. വില നമുക്ക് 12,75,000 രൂപയ്ക്ക് കൊടുക്കും. അടിപൊളി. 14 വണ്ടി നിങ്ങൾക്ക് അത് പേപ്പർ ആക്കിയതല്ലേ? പേപ്പർ ആക്കി. നിലവിൽ KL രജിസ്ട്രേഷനിലാണ്. ആണ്. അതെ. അതായത് പേപ്പർ ആക്കിയ വണ്ടിയാണ് ഈ പറഞ്ഞ പൈസ കൊടുക്കുന്നത്. അതെ. അത് കൊള്ളാട്ടോ, നല്ല പ്രൈസ് അല്ലേ? അതും 14 വണ്ടി, നല്ല ക്ലീൻ വണ്ടി. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു കിടിലം പജീറോ അല്ലേ? നമുക്ക് ഷോറൂമിന് ഉള്ളിൽ 2-3 വണ്ടി കൂടി കാണിക്കാണ്ട്, അതും കൂടി കാണിച്ച് അവസാനിപ്പിക്കാം. പജീറോയുടെ ഡീറ്റെയിൽ പറ. 2008 വെഹിക്കിൾ ആണ്. 2008 ആണ്. അതെ. ഇതിപ്പോ പിന്നെ കൂടുതൽ പറയാനില്ല. റീ ആണ് അല്ലേ? അതായത് ഈ ടയർ കണ്ടോ നിങ്ങൾ, 4 എണ്ണവും പുതിയ ടയറാണ്. അത് 2008 ആണ്. പിന്നെ കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ജെനുവിൻ ആയിക്കോണമെന്നില്ല. വണ്ടി എന്താ പക്കയാണോ ഓടിക്കാനൊക്കെ? വണ്ടി നിലവിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വാഹനമാണ്. വേറെ മേജറായിട്ട് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. 4x4 ആണോ? 4x4. വണ്ടി പക്ക അല്ലേ? വണ്ടി നിലവില് കണ്ടീഷൻ പക്കാണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? നമുക്കൊരു 6,65 കൊടുക്കാം. 6,65. അതൊക്കെ മോഹവിലയാണ്, വേണ്ടവർ മാത്രം വന്നാൽ മതി അല്ലേ? അതെ. അങ്ങനെ കണക്കൊന്നുമില്ല, ഇവര് ചോദിക്കുന്നതാണ് അതിന്റെ വില അല്ലേ? അതെ. പിന്നെ വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണെങ്കിൽ ഒന്നും നോക്കാനില്ല കേട്ടോ, നിങ്ങൾ എടുത്തിട്ട് പോയിക്കോ. ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്കയല്ലേ? എഞ്ചിൻ ഭാഗം എല്ലാം പക്കയാണ്. മേജർ ഇടിയൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ? മേജറായിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ പഴയ വണ്ടികളായതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ? ചെറിയ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു കസ്റ്റമർ എടുക്കുന്നത്. അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ എന്താ പറയാ, ഞാൻ പറയുമ്പോൾ ഇത്രയും പഴയ വണ്ടിയല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ നമ്മളിപ്പോ കാണിച്ചു തന്നു നിങ്ങൾക്ക്. ബ്രോ, നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർ വരുമ്പോഴേ മാക്സിമം വില കുറച്ച് കൊടുക്കണം കേട്ടോ. ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കണ്ടു തന്നെ എന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികളുടെ അവൈലബിൾ ആണ്, മിസ് ചെയ്യണ്ട. നമുക്ക് ഇനി ഉള്ളിൽ കുറച്ച് വണ്ടികൾ കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാറ്റിനം മോട്ടോഴ്സിന്റെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു 3 വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ബ്രോ, നല്ല പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന അടിപൊളി വണ്ടികൾ. ഒരു ബെൻസ് ഉണ്ട്, പിന്നെ ഒരു ഫോർച്യൂണർ ന്യൂ ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡി ഉണ്ട്. ഏതാ മോഡൽ? A4. ഇത് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ. 13-14 വണ്ടി റീ അല്ലേ? റീ വെഹിക്കിൾ ആണ്. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് കിലോമീറ്റർ ഒക്കെ എത്ര അറിയോ? കിലോമീറ്റർ 73,000 കിലോമീറ്റർ ആണ്. 73,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉള്ള വെഹിക്കിൾ ആണ്. വണ്ടി നല്ല ക്ലീൻ ആട്ടോ, ഒരു കുറ്റം പറയാനല്ല. തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും പുറത്തുള്ള വെഹിക്കിൾ ആണെങ്കിൽ അതെ മാറും. പുറത്തെ എന്തായാലും ഗ്ലാസ് മാറ്റേണ്ടി വരും. ഇതിപ്പോ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? വേറെ അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിൾ. എന്ത് വില ഉണ്ട്? ഇത് നമുക്കൊരു 9,20,000 രൂപ. പേപ്പർ KL 43 പേപ്പർ ആയ വണ്ടി അല്ലേ? അതെ അതെ. 9,20 നെഗോഷ്യബിൾ ആണ്. വണ്ടി പക്കയാണോ? വണ്ടി ഹൈ ക്വാളിറ്റി, അതായത് പുള്ളി ഉപയോഗിക്കാൻ എടുത്ത വണ്ടിയാണ്. അതായത് നമ്മളൊരു വെൻഡോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് A4 അല്ലേ? മൈലേജ് ഉണ്ട്, വലിയ കംപ്ലൈന്റും ഇല്ലാത്തൊരു വണ്ടി.
ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ കാണിച്ചു തരാം. ഇത് KL04 രജിസ്റ്റർ ആയ വണ്ടിയാണ്. ഇത് റിയല്ലേ? ഇതും റിയ ആണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസിന്റെ ഫോട്ടോ സഹിതം ഉണ്ട്. ശരി, ഏത് കണ്ടീഷനിലാണ് മാറേണ്ടി വന്നതെന്ന്. ഓക്കെ. ഇതിപ്പോ പിന്നെ മോഡൽ ഏതാ പറഞ്ഞത്? 2019 ആണ് മോഡല്. 19 ഇവിടെ പേപ്പർ ആയ വണ്ടി അല്ലേ? അതെ അതെ. ശരി. അതുപോലെ തന്നെ ഈ ടയർ പുതിയ, ഇത് 4 പുത്തൻ ടയറാണ്. 4 മുത്തൻ ടയറാണ്. 4x4 വെഹിക്കിൾ. 4x4 കിട്ടാൻ കുറച്ച് പാടാണ്. 4x4 ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. അടിപൊളി. 4x4 അങ്ങനെ അധികം ഇല്ല. അതെ, റയർ സാധനമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ വണ്ടി. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അതിൽ കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 75 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഫുൾ ഹിസ്റ്ററി, ജെനുവിൻ അവിടുത്തെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ടൊയോട്ടയെ മാത്രം സർവീസ് ചെയ്തേക്കുന്നതാണ്. അതെ, അപാകതകളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു വിഷയമില്ല. ഈ മെയിൻ ഗ്ലാസിന്റെ ഫോട്ടോയും ഉണ്ട്. ശരി. 4x4 ഓട്ടോമാറ്റിക് വണ്ടി, അതും റയർ സാധനമാണ്. എന്ത് വിലയുണ്ട്? നമുക്കൊരു ഫൈനൽ 30 രൂപയ്ക്ക് കൊടുക്കാം. 30 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ കുറച്ച് കൊടുക്കൂലേ? ഉറപ്പായിട്ടും കുറച്ച് കൊടുക്കാം. ഉറപ്പായിട്ടും കുറച്ച് കൊടുക്കാം. കസ്റ്റമർ വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് വീഡിയോ കണ്ടുവരുന്നത്. അത് വീഡിയോ കണ്ടിരുന്നു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ടോ. അതും 2019 വന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഒരു കിഡിലൻ ബെൻസ് ആണ്. ഇത് വേരിയന്റ് ഏതാ? GLC ആണ് വണ്ടി. GLC ആണ്, 220D. ഓക്കെ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര രസമുള്ള വണ്ടി അല്ലേ? അതൊരു കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, 4x4 ആണ്. അതായത് ഫോർമാറ്റിക് ആണ്. 4x4 വരും. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? മോഡൽ 2019 വണ്ടിയാണ്. 19 ആണ്. 2019 രജിസ്ട്രേഷന് ഉള്ള വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. ഫുൾ കമ്പനി ഹിസ്റ്ററി. അതായത് ഓടിയിട്ടുള്ളൂ. ഇപ്പോഴും കമ്പനിയിൽ ഹിസ്റ്ററി. നമ്മൾ ജസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടി. ഇതൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ. എപ്പോഴൊന്നും എല്ലായിടത്തും കണ്ടുവന്ന് വരില്ല അല്ലേ? ഇത് റിയ തന്നെയാണോ? ഏതായിരുന്നു? റിയ ആണോ? റിയൽ ഒറിജിനൽ കേരള വണ്ടി അല്ലേ? മോശമൊന്നുമില്ല. KL14 പേപ്പർ ആയ വണ്ടിയാണ്. അല്ല സോറി, രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. വിലയോ? നമുക്കൊരു 33 ആണ് ചോദിക്കുന്നത്. മാക്സിമം അഡ്ജസ്റ്റ് എന്ത് വില? 50 മേലെ വിലയില്ലേ? 90 ലക്ഷം രൂപ. 90 ലക്ഷം രൂപ. അതിനൊക്കെ അത്രയ്ക്ക് വിലയുണ്ട്? അടിപൊളി. 90 ലക്ഷം രൂപേൻ്റെ വണ്ടിയല്ലേ? 33 ലക്ഷം രൂപയ്ക്ക്. അതെ. അപ്പോൾ ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ വന്നപ്പോൾ തന്നെ ഇത്രയും ഡിപ്രിസിയേഷൻ വന്നു അല്ലേ? ഈ വണ്ടി ഇനി എടുക്കുന്ന ഒരാളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ വലിയ ഡിപ്രിസിയേഷൻ വരാനില്ല. ഓൾമോസ്റ്റ് വരാനുള്ള അത്രയും വന്നു കഴിഞ്ഞു അല്ലേ? നമുക്ക് എന്തെങ്കിലും കുറയാനുണ്ടോ റേറ്റ്? മാക്സിമം നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ജസ്റ്റ് നമ്മുടെ ഷോറൂം ഒന്ന് വന്നു പോവാം അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ മാക്സിമം ലോണൊക്കെ കയറും. പക്ഷേ നിങ്ങളുടെ ITR മുതൽ ബിസിനസ് എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യണം. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ ലോൺ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണോ? ഉറപ്പായിട്ടും കൊടുക്കും. വീഡിയോ കണ്ടുവരുന്നവര് അതുപോലെ തന്നെ ഒന്ന് നമ്മളോട് പറഞ്ഞാൽ മതി. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാം. അടിപൊളി. എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതെ. അപ്പോൾ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റിനോ മോട്ടോഴ്സിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇവിടെ ഒരു വീഡിയോ ഇടുന്നത് അല്ലേ? അതെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാക്സിമം വില കുറച്ചിട്ടാണ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുള്ളത് അല്ലേ? അതെ, ഉറപ്പായിട്ടും മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ റേറ്റിലൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഇനി വണ്ടി തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ വിളിക്കുമ്പോൾ മാക്സിമം നമ്മൾ ഒന്നിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ല, ഒക്കത്തിന് ഇൻറ്റീരിയർ അയച്ചു കൊടുക്കണേ. എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് സഹിതം വാട്സപ്പ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് വീഡിയോയും ഫോട്ടോയും എല്ലാം അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്ത മാസങ്ങളിലൊക്കെ എല്ലാ മാസവും നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അല്ലേ? ഉറപ്പായിട്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും കിടിലൻ വണ്ടികളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും